അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഫസ്റ്റ് വൺ ഈസ് ഫ്ലഡിങ് സ്മൈൽ. ഫ്ലഡിങ് സ്മൈൽ എന്ന് പറഞ്ഞ സമയത്ത് നമ്മളൊരു സിറ്റുവേഷനിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ഗ്യാങ്ങിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം തന്നെ ചിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ചിരിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് ഒരു സെക്കൻഡ് ഡിലേ ഇട്ടിട്ട് ചിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചിരിക്കുന്ന സമയത്ത് ഒരു മൊയന്തായിട്ട് കാണാനേ ഒരു സാധ്യതയുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് എന്ത് ചെയ്തു, അവൻ ഏകദേശം ഒരു 10-20 ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഞാനൊരു ദിവസം അവൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, ഞാൻ ഇൻ്റർവ്യൂവറായിരിക്കാന്ന്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഇവൻ പുറത്ത് പോയി എന്ന് ഇവൻ്റെ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവൻ വന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് ചോദിച്ചു. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യും, ഈ പോകുന്ന സമയത്ത് ഈ സാധനം മാറ്റിയിട്ട് എന്ത് ചെയ്യുക, എന്താ പറയുക, ലെവൽ മാറ്റുക. അതായത് എക്സ്ക്യൂസ് മീ, അതിനുശേഷം ഒരു ചിരി കൊടുക്കുക. അതായത് നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ, ഇപ്പോൾ സെലിബ്രിറ്റീസിനെയൊക്കെ ശ്രദ്ധിച്ചോ. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റേജിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് വരെ അവർക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടി, അവർ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന മൊമെൻ്റാണ്, പക്ഷെ അവർ ചിരിക്കില്ല. ഓക്കെ, അവർ ആ ഒരു സ്റ്റേജിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ റൊണാൾഡോ, ഉണ്ണി മുകുന്ദൻ, അങ്ങനെ 2-3 പേരാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ബാക്കിയുള്ളവർ നോട്ടീസ് ചെയ്ത് നോക്കും. ദുൽഖർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈ സ്റ്റിക്കേഴ്സ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആരുമായിട്ടാണോ ഇൻട്രാക്ട് ചെയ്യുന്നത് അയാളുടെ കണ്ണിൽ തന്നെ നോക്കി മാത്രം സംസാരിക്കുക. വേറെ അങ്ങോട്ടും നോട്ടം തെറ്റിക്കാതിരിക്കുക. അല്ലെങ്കിൽ പക്ഷേ ഇത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യരുത്. ഇത് നാച്ചുറലായിട്ട് വരേണ്ട ഒരു സാധനമാണ്. കാരണം അവസാനം നമ്മൾ അവൻ്റെ കണ്ണി മാത്രം നോക്കാൻ വേണ്ടി പ്രയത്നിക്കും. നമ്മുടെ കോൺവെർസേഷൻ ഇതായി പോവും, ഔക്കോടായി പോവും. അതായത് നമുക്ക് എന്താ പറയേണ്ടത്, അവൻ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടും ഉണ്ടാവില്ല, കാരണം നമ്മൾ കണ്ണു നോക്കാൻ പോയിണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്താ വെച്ചാൽ, അപ്പോൾ ഇത് നമുക്ക് നേരെ തിരിച്ചും യൂസ് ചെയ്യാം കേട്ടോ. മീൻസ് ഇപ്പോൾ ഒരാൾ നമ്മളോട് മറ്റേ അപ്പാപ്പനൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ അമ്മാവ് വന്നിട്ട് മോനെ അങ്ങനെ എങ്ങനെയെന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, അയാൾക്ക് കണ്ണ് ഫോക്കസ് കൊടുക്കാതെ വേറെ അങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കി നിന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഈസ് എപ്പോക്സി അതായത് സ്റ്റിക്കി ഐസ് പോലെ തന്നെ വേറൊരു സാധനമാണ് എപ്പോക്സീസ്. അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലിസണറെ ലിസൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ കോൺട്രഡിക്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരെ കണ്ണിൽ തന്നെ നോക്കണം. പകരം എന്ത് ചെയ്യുക, ഇവരെ കണ്ണിൽ നോക്കുക. നമുക്ക് ആർക്കാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, നമുക്ക് കണക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള അവരുടെ സൈഡിലേക്ക് നോക്കുക. അതായത് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ അടുത്തുള്ള വേറൊരു പെൺകുട്ടിയുമായിട്ടാണ് കണക്ഷൻ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇയാൾ സംസാരിക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഇയാളുടെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മെയിനായിട്ടുള്ള കാര്യം, അതായത് ചടപ്പിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്താണ്, നെക്സ്റ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ്. ഓക്കെ, പോസ്റ്റർ. അതായത് നമ്മുടെ ഇക്കാലത്തുള്ള ഒരു 90% ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പോസ്റ്റർ പ്രശ്നം. അതായത് വളഞ്ഞിരിക്കുക എന്നുള്ളൊരു സംഭവം. നമ്മുടെ ഡെയിലി ഫോൺ യൂസും ഗെയിമിങ്ങും ഒക്കെ കാരണമാണ് ഈ ഒരു വിഷയം വരുന്നത്. നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ഹാളിലോ ഒരു റൂമിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പോസ്റ്ററോട് കൂടി എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ഫുൾ കോൺഫിഡൻസിൽ കയറുന്ന പോലത്തെ എന്ത് ചെയ്യുക, ഫീൽ കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ലക്ഷ്യം എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇതിൻ്റെ ബാക്കി പാട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം. ഓക്കെ ഗൈസ്, ലക്ഷ്യം.